ഹായ് ഓൾ മൈ ഡിയർ ലവ്സ്, അവനിയസസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. സംഭവം ഇന്ന് അവധി ദിവസമാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലാണ് ഉള്ളത്. അപ്പം ഞാനും എൻ്റെ റൂംമേറ്റും കൂടെ വിചാരിച്ച് നമുക്ക് കോവിലിലോട്ട് പോകാമെന്ന്. പത്മനാഭസ്വാമി ക്ഷേത്രം ഇവിടെ അടുത്താണ്. അപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പഴവങ്ങാടിയിലും ഒക്കെ പോയിട്ട് ഒന്ന് തിരിച്ച് വരാമെന്ന് വിചാരിച്ച്. സമയം ഇപ്പോൾ 4 മണിയായി. ഉറക്കം എണീറ്റ് അപ്പം ഇനി പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് വരാം. അപ്പം ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വ്ലോഗിൽ കാണിക്കാമെന്ന് വിചാരിക്കണത്. എത്രത്തോളം നന്നാവും നമുക്ക് നോക്കാം. ടാറ്റാ, ഞാൻ പോയി റെഡി ആയിട്ടൊക്കെ വരാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുളി കഴിഞ്ഞെത്തി, പല്ലൊക്കെ തേച്ച് കുളിച്ച്. ഇതാണ് എൻ്റെ വേഷം. എനിക്ക് ഒരു ചെറിയ കാണാൻ പറ്റുമല്ലോ, ഇതാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ്. എനിക്കൊരു പണി കിട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. സംഭവം ഇന്നിപ്പോൾ കോവിലിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തത് ഇന്നലെയും എനിക്കതും കൊണ്ടാണ്. അപ്പം അപ്പം പോട്ടെ. ലാപ്ടോപ്പും കൊണ്ട് വീട്ടിൽ പോയപ്പോഴത്തേക്കും ഇതിന് വെക്കണ സ്റ്റിക്ക് വീട്ടിലായി പോയി. ലാപ്ടോപ്പ് എടുത്ത് വീട്ടിൽ വെച്ച് ആ ബാഗ് ഞാൻ കൊണ്ടുവന്നു. വെയിറ്റ് കാരണം തൂക്കാൻ വയ്യ ബസ്സിൽ വരുമ്പോൾ. അങ്ങനെ അത് വീട്ടിലായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഗെറ്റ് റെഡി വിത്ത് വീഡിയോ എടുക്കാൻ വയ്യ ഗൈസ്. പറ്റൂല. എവിടെ ഫോൺ വയ്ക്കും? വെക്കാൻ ഒരിടമില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ കൈയാണ് ഫോൺ പിടിക്കാൻ പോണ. കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ക്ഷമിക്കണം. അപ്പോൾ ഇനി ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം. അതായിരിക്കും നല്ലത് അല്ലേ? അല്ലെങ്കിൽ തോനെയായിപ്പോവും വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ കമൻറ്റ് വായിച്ച്. അപ്പം ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളല്ല 2-3 പേര് പറഞ്ഞ്. അതിൽ ഞാൻ വായിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, മോളെ കുറേ വീഡിയോസ് ചെയ്യൂ എന്ന് പറഞ്ഞ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. കാരണം എനിക്ക് വ്ളോഗ് ചെയ്യാൻ അറിഞ്ഞൂടാ. അതാണ് ഒന്നാമത്തെ മെയിൻ കാരണം. എനിക്ക് വ്ളോഗ് ചെയ്യാൻ അറിഞ്ഞൂടാ. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ അതിനെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനി സമയം താമസിക്കും. മണി ഇപ്പം എത്രയായി? മണി ഇപ്പം 4:48. 4 മണിക്ക് ഉണർന്ന ഞാനാണ്. 4:48 വരെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി റെഡി ആവണം, പോണം. അപ്പം കാണാം. അപ്പം ഞാനും റെഡിയായി, അനശ്വരയും റെഡിയായി. എൻ്റെ മൊത്തം ഔട്ട്ഫിറ്റ്. പിന്നെ എൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. സംഭവം അതിൻ്റെ അകത്ത് ഫോണൊന്നും കൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഒരു കുപ്പി വെള്ളവും ഒരു കുടയും പിന്നെ കുറച്ച് സാധനങ്ങളും ഈ ഫോണും കൂടി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടോ. അതിൻ്റെ അകത്ത് കോയിലിൻ്റെ അകത്തോട്ട് പോവാൻ. പിന്നെ അവൾ മുറി പൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഹോസ്റ്റലിൻ്റെ ഗ്രില്ല് തുറന്നിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിൽക്കാം. ഒരു ഹായ് പറഞ്ഞിടി. ഹായ്. അയ്യോ, ഇവിടെ പൂട്ടിയൊക്കെയാണ് ഗൈസ്, ഇവിടെ തുറന്നിട്ടില്ല. കാണാൻ സുന്ദരിയല്ലേ? അപ്പം എന്തിനാവുമെന്തോ. നമ്മൾ സത്യം പറയാലോ, ഞാൻ ഇപ്പോൾ 2nd ഇയറാണ് പഠിക്കണത്. കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാനും അവളും കൂടെ പ്ലാൻ ചെയ്യണേണ് കോവിലിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നാണ് നടക്കാൻ പോണത്. ഇത്രയും നാൾ പ്ലാൻ ചെയ്തിട്ട് നടക്കാൻ പോണത് ഇന്നാണ്. എന്തൊരാവോ എന്തോ. 6 മണിക്ക് ഇവിടെ നിന്ന് ഗംഗ ടീച്ചറും പിന്നെ ഫസ്റ്റ് ഇയേഴ്സിൽ നിന്ന് കുറച്ച് പിള്ളേരും ഒക്കെ കോവിലിലോട്ട് പോകണുണ്ട്. അപ്പോൾ 6 മണിക്ക് ഗ്രില്ല് തുറക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മൾ കറക്റ്റാ സമയത്തിന് റെഡിയായി ഇറങ്ങി. പക്ഷേ ഇതുവരെയും ഗ്രില്ല് തുറന്നില്ല ഗൈസ്. ഇവിടെ പൂട്ടി വെച്ചേക്കാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടാ, പൂട്ടിയിട്ടേക്കാണ്. ഹലോ ഗൈസ്, 6 മണി, കറക്റ്റ് 6 മണിയായപ്പോൾ തന്നെ റെഡിയായി വന്നു. പക്ഷേ ഇവിടെ ഗ്രില്ല് തുറന്നിട്ടില്ല. ഇവിടെയും പൂട്ടിയേക്കണം, അങ്ങ് വെളിയിലും പൂട്ടിയേക്കണം. ഇവിടെ പോസ്റ്റാണ്. രാവിലെ 4 മണി കഴിഞ്ഞിട്ട് കുളിച്ചത്. അയ്യോ, എനിക്ക് സങ്കടം. ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, എടി 4:30 എണീറ്റാ മതി. ഞാൻ പറഞ്ഞില്ല, 4 മണിക്ക് എണീക്കണം. റെഡിയായി 1/2 മണിക്കൂർ കൊണ്ട് ചുമ്മാ ഇരിക്കണം. എന്നിട്ടിപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇതൊന്നും തുറന്നിട്ടില്ല. ഓ ശരി തന്നെ, ഇന്ന് നമ്മൾ എണീറ്റ് ബ്രഹ്മമുഹൂർത്തം. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നെയാണ്, ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ നല്ലതായിരിക്കും, ഫ്രഷ് ആയിരിക്കും എന്ന്. ഞാൻ കുറേ ദിവസം എണീക്കാൻ നോക്കി കേട്ടാ. പക്ഷേ കറക്റ്റ് 3:30 ആകുമ്പോൾ ഉണർന്ന് അലാറം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും കിടന്ന് തുടങ്ങും. അങ്ങനെ കുഴപ്പമില്ല. ഇനി ഇത് തുറക്കണം വരെ ഇവിടെ ഇരിക്കാം. ലൈറ്റൊന്നുമില്ല, വെട്ടമില്ല. അഡ്ജസ്റ്റ് ചെയ്യൂ ഗൈസ്.
നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി സൂര്യ ഉണർന്നു വരുന്ന സമയത്തിന് നമുക്ക് നല്ല വീഡിയോസ് എടുക്കാമേ പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 6:30 ഗ്രില്ല് തുറക്കും. അപ്പോൾ വിനീത ടീച്ചർ നമ്മളെ വാർഡനെ വിളിച്ച് സംസാരിച്ച് അപ്പോഴത്തേക്കും ടീച്ചർ പറഞ്ഞ് 6:30 ഗ്രില്ല് തുറക്കുള്ളൂ എന്ന്. 6:30 ഗ്രില്ല് തുറക്കും. 6:30 വരെ ഇവിടെ ഇരിക്കണം. കഷ്ടം തന്നെ. അരമണിക്കൂറും കൂടെ ഉറങ്ങായിരുന്നു. ഇങ്ങനെ ഇരുന്നെങ്കിൽ നേരത്തെ എണീറ്റ് നേരത്തെ റെഡിയായി. ഇതാ ഇവിടെ ഒന്ന് ചുമ്മാ പോസ്റ്റായിട്ടിരിക്കുകയാണ്. മുറിയിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഇനി തിരിച്ചു കയറാൻ വയ്യ. ഹലോ ഗൈസ്, അപ്പം ഒരു കതവ് തുറന്ന് നമ്മൾ വെളിയിലിറങ്ങി. ഇനി ഫ്രണ്ട് ഗ്രില്ലും കൂടെ ഉണ്ട്. അതിനി പുറത്തുനിന്ന് ആൾ വന്നേ തുറക്കുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ചുമ്മാ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് സൈൻ ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ വെളിയിറങ്ങുമ്പോൾ സൈൻ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പം നമുക്ക് സൈൻ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. 6:30 ആവും ഇനി അവിടെ തുറക്കണമെന്നുണ്ടെങ്കിൽ. അയ്യോ, അവസാനം തുറന്ന് ഗൈസ്. ഞങ്ങൾ വന്ന് തുറന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അയ്യോ, സമയം 6:30 ആയി. അവളവിടെ അമ്മീൻ്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ പുറം. നിങ്ങൾ കണ്ടു കാണും. കോളേജ് വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് വ്ലോഗിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നിന്നാണ് നടന്നിങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു വട്ടം സൂര്യ വന്നില്ല കേട്ടോ, മൊത്തത്തിൽ കുറച്ചേ വന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചലിക്കാം. നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് നമ്മൾ ഫ്രണ്ടിലെത്തും. അത് കഴിഞ്ഞ് നമുക്ക് ഓട്ടോയിൽ കയറണം. ഓട്ടോയിൽ കയറി ഓട്ടോക്കാരുടെ അടുത്ത് നമ്മൾ പറയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാക്കി തരാം. ഞാൻ ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ല, എന്നെ ഒറ്റയ്ക്കെങ്ങും വിട്ടിട്ടില്ല. സംഭവം എന്നെ ഒറ്റയ്ക്കെങ്ങും വിടില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കെങ്ങും പോവേയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉള്ളതുകൊണ്ടില്ല. എൻ്റെ ഹെൽത്തൊക്കെ വെച്ചിട്ട് എന്നെ തനിച്ചെങ്ങും വിടില്ല. പിന്നെ ഞാൻ ആകെ ഇപ്പോൾ തനിച്ച് പോണതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് വീട്ടിലോട്ടും ബസ്സിൽ തനിച്ച് പോവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും ബസ്സിൽ തനിച്ച് വരും. അതും ഇവിടെ വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ ബസ്സിലും വലുതായിട്ട് യാത്ര ചെയ്തിട്ടില്ല. നമുക്ക് ഞാനിപ്പോൾ അവിടെ എവിടെയെങ്കിലും കിടന്നേനെ കേട്ടോ, വീണേനെ. അപ്പം ഇങ്ങനെയോ നടക്കാം. ഞാൻ എന്തൊക്കെ പറയണം കേട്ടോ. രാവിലെ എനിക്ക് എന്തൊരു പറ്റിയാണെന്തോ, തലയ്ക്ക് വെളിവില്ലെന്ന് തോന്നുന്നു. നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. വഴിയിലൊന്നും ആരുമില്ല, വണ്ടികളും വളരെ കുറവാണ്, ഓട്ടോയും കിട്ടിയില്ല ഗൈസ്. അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. എന്നെ ആ ഹോസ്റ്റലിൻ്റെ അവിടെ ഇരുന്ന് എന്നെ കൊതു കടിച്ച്, എന്നെ 2-3 കൊതു കടിച്ച്. ഒരു ഓട്ടോ വന്നു, പക്ഷെ ആ ഓട്ടോ നിർത്തിയില്ല ഗൈസ്. ആ ഓട്ടോ വേറെ ആരെയും വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. വഴിയെ പോണ ആൾക്കാരൊക്കെ എന്നെ അന്തം വിട്ട് നോക്കണം കേട്ടാ. ഫോണും കൊണ്ട് നടക്കണോണ്ടായിരിക്കും. നമ്മളിങ്ങനെ നടക്കുകയാണ്. വണ്ടി ഒന്നും കിട്ടിയില്ല. ഈ സമയമാകൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ ഉണർന്നു തുടങ്ങി. ഇപ്പം ബൈക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. അപ്പം ബൈക്കിൽ പോണവരൊക്കെ ഇങ്ങനെ നോക്കണ് എന്തിനാണെന്ന്. അവർക്ക് അറിഞ്ഞുകൂടല്ലോ ഞാൻ വ്ലോഗ് ചെയ്യണം എന്നുള്ളത്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ റോട്ടിൽ ഫോണും കൊണ്ട് ഇറങ്ങാത്തത്. എനിക്ക് ഭയങ്കര മാനക്കേടാണ് കേട്ടോ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇവരെടുത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വരാമേ. ഓട്ടോ കിട്ടിയില്ല, ചുമ്മാ നടക്കുകയാണ് ഞാൻ. നമ്മൾ നടന്ന് അവസാനം നമുക്ക് ഓട്ടോ കിട്ടി. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാമേ. നമ്മൾ കോവിലെത്തി. ഞാൻ എവിടെ ക്യൂവിൽ നിർത്തിയേക്കണം ഗൈസ്. പിന്നെ വീട്ടിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കറക്റ്റ് എടുക്കാൻ പറ്റാത്തത്. ഇനി ഈ ബാഗും സാധനങ്ങളൊക്കെ അകത്ത് വെച്ചിട്ട് തൊഴുതിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ടാറ്റാ. ഹലോ ഗൈസ്. അപ്പം നമ്മൾ എന്തൊരു വെട്ടം ഈ വെയിലുള്ളല്ലേ. അയ്യോ, ഭയങ്കര വെട്ടം. സൂര്യൻ ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൊഴുതിറങ്ങി ഒരു സന്തോഷക്കുറവ്. ചുമ്മാ വഴിയെ പോണ പ്രശ്നങ്ങളെല്ലാം തലകൊണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം നമ്മൾ തൊഴുതിറങ്ങി. ഇനി നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പഴവങ്ങാടിയിലോട്ട് പോകും. നടന്നു പോകണം, ഓട്ടോയിൽ പോകണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം.
ഹാപ്പി. നമ്മളെ ഫോട്ടോ എടുപ്പൊക്കെ കഴിച്ച് ഭയങ്കര വെയിൽ കേട്ടാ. പക്ഷെ എനിക്ക് സൂര്യനെ ഇഷ്ടമാവുകൊണ്ട് അതാണ്. അയ്യോ ഞാനൊന്നും പോയി. എനിക്ക് സൂര്യനെ ഇഷ്ടമാവുകൊണ്ട് ഞാൻ സൂര്യനെ എനിക്ക് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ മുഖമൊക്കെ പക്ഷെ അവൾക്ക് സൂര്യനെ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾക്ക് സൂര്യപ്രകാശം കണ്ണിലിങ്ങനെ സത്യം. എന്തൊരു ഫിൽറ്റർ? സൂര്യന്റെ ഫിൽറ്റർ ഉണ്ട്. നമ്മളല്ലാതെ വീഡിയോയിൽ നമ്മള് ഫിൽറ്റർ ഒന്നും ഇടില്ല. ഇതൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്, നാച്ചുറൽ ബ്യൂട്ടി. നമുക്ക് ഇനി കുറച്ചു നേരം നമുക്ക് പുഴ കാണാം. വേണ്ടേ അതിൻ്റെ അകത്ത് വെച്ച് ഒരു അമ്മാമ്മേനെ കണ്ട് അമ്മാമ്മ വന്ന് മിണ്ടി വലിയ കാര്യമായിരുന്നു. അമ്മാമ്മയുടെ സ്ഥലം തിരുവല്ല, എല്ലാ ദിവസവും ഇവിടെ വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഒരു മാമൻ ഇതൊക്കെ അയ്യോ മോളില്ല പാട്ട് പാടുന്ന കൊച്ചല്ലേ എന്ന് ചോദിച്ച് അങ്ങനെ വന്ന് മിണ്ടി. അറിയാന്നുള്ളവരൊക്കെ വന്ന് മിണ്ടി കേട്ടാ. പിന്നെ വെയില് മീനൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ. നമ്മളിവിടെ നിന്ന് നടക്കണോ ഓട്ടോയിൽ പോണോന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മലയാളികളെ കണ്ട് ഏറ്റവും കൂടുതലുള്ള നോർത്ത് ഇന്ത്യൻസ് ആണ്. ആവശ്യം പോലും ഉണ്ട്. അപ്പം ശരി ഗൈസ്. അയ്യോ അവളെവിടെ? നീ എവിടെ പോയതടി? വീഡിയോ എടുക്കാൻ പോയത്. ഓക്കെ, അപ്പോഴ് ഒരുത്തേം കിടക്കണം ഇവിടെ. അപ്പം ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഫോട്ടോസൊക്കെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടാം. പോയി കാണണേ. അപ്പം ശരി, കാണാം. ബൈ ബൈ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നിന്നിട്ട് ഇറങ്ങുള്ളൂ. 5 മിനിറ്റ് കൂടെ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി നടക്കാല്ലേ? ശരിയല്ലേ ഉള്ളൂ, നടന്നു പോവാം. ബൈ ബൈ. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്ന് നിൽക്കുകയാണ്. ഇതുവരെ ഇറങ്ങിയില്ല. സത്യം കുറെ നേരം ഇവിടെ നിൽക്കണം. ഇതുവരെ ഇറങ്ങിയില്ല കേട്ടോ. നല്ല ആംബിയൻസ്. സത്യം. പക്ഷെ ഞങ്ങൾ കുറെ സെൽഫി എടുക്കാൻ നോക്കി. സൂര്യനെല്ലാം പൊളിച്ച് കൈ തന്നു കേട്ടാ. നമ്മളപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടാ. വെളിയിലിറങ്ങി ഇനി ഒന്നും കാണാൻ പോയി. ദോഹിക്കും. അപ്പൊ നമ്മളിനി നടക്കണം. നടന്ന് നമ്മളിനി പഴവങ്ങാടിയിലോട്ട് നടന്നാണ് പോണത്. ഗണപതിനെയും കൂടെ കണ്ടിട്ട് വരാം. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ പോകും. അപ്പൊ ശരി ഗൈസ്, നടന്ന് എവിടെയെങ്കിലും എത്തിയിട്ട് ഇനി കാണാം. റോട്ടെ ഫോണും കൊണ്ടാണ് ഇനി അവസാനം വല്ല വണ്ടി എന്നെ ഇടിച്ചിടും. അതുകൊണ്ടാണ് ഒരിടത്ത് ഒതുങ്ങി നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ ബൈ. ദാണ്ടേ ഗൈസ്, ഇവിടെ കുറേ മീനുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടാ ഇവിടെ നിൽക്കാൻ. അടിപൊളി. അയ്യമ്മ കൊള്ളാം കേട്ടാ. ഇവിടെ തന്നെ അങ്ങ് നിൽക്കാൻ തോന്നുന്നു. അവസാനം ഹോസ്റ്റലിൽ തന്നെ അടിച്ചിറക്കേണ്ടി വരും. കണ്ടാ കൊറേ മീനുണ്ട്. മീനിനെ എങ്ങനെ വിളിക്കാൻ പറ്റുമോ? മീന് വിളി വെക്കോ? തോനെയുണ്ട് കേട്ടാ, ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആകാശമൊക്കെ കണ്ടാ. നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ വരണം കേട്ടാ, കൊള്ളാം. നിങ്ങളൊക്കെ വന്നാണ്, നമ്മളാണ് വരാത്തതെന്ന് തോന്നുന്നത്. വന്നിട്ടുണ്ട്, ഇതിന് മുമ്പും തോനെ തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്ന് തൊഴുതു. പക്ഷെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ മനസ്സമാധാനത്തിൽ നമ്മൾ കയറി തൊഴുത് ഇറങ്ങി. ഭയങ്കര തിരക്കില്ലായിരുന്നു ഇന്ന്. നമ്മൾ വിചാരിച്ചിരുന്ന അവധി ദിവസവും കൂടെ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്നാണ്. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കില്ലായിരുന്നു. നമ്മളിങ്ങനെ നടന്ന് പാതി വഴി എത്തുമ്പോൾ നിന്ന് എന്തെങ്കിലുമൊക്കെ വായി നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഇപ്പം നടക്കണത്. ഈ പ്രാവ് പറക്കണത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. പക്ഷെ നമ്മളൊന്നും വാങ്ങിക്കില്ല, കാരണം നമ്മളെ കയ്യിൽ ആവശ്യത്തിന് പൈസയേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് പഴവങ്ങാടിയിലോട്ട് പോവാം. പക്ഷെ ഇവിടെ നല്ല ആംബിയൻസ് കേട്ടാ, നല്ല രസമുണ്ട്.
അവളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റോട്ടിലൊക്കെ ആവശ്യം പോലെ വണ്ടികളുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഒന്നും കണ്ട റോട്ടിലൊന്നും ആരുമില്ല ഗൈസ്. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടോ വണ്ടി പോണതേ ഉള്ളൂ. കടയൊക്കെ അടച്ചിട്ടേക്കാണ്. അവധി ദിവസം ആവുകൊണ്ടാണ് അടച്ചിട്ടേക്കണത്. അത് തുറക്കാൻ സമയമായില്ലേ എന്തോ. ആ അതായിരിക്കും. നമ്മളിങ്ങനെ നടക്കുകയാണ്. അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി എന്തൊരു ഇടത്തോട്ടും മറ്റേ രാമേന്ദ്രൻസൊക്കെ ഉള്ള കൊച്ചു റോഡുണ്ട്. അത് നേരെ പോയിട്ട് വലത്തോട്ട് പോകാൻ പറഞ്ഞു, പഴവങ്ങാടി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്തും എന്ന ശുഭപ്രതീക്ഷയിൽ എത്തിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് വലത്തോട്ട്. അയ്യോ ഇതെന്തൊരു വെയില്, ഭയങ്കര വെയില്. വേണ്ട, ഈ വെയിൽ കൊള്ളാം. ഈ വെയിൽ കൊള്ളാം കേട്ടോ. ഈ വെയിൽ നല്ല വെയിലാണ്. വിറ്റമിൻ ഡി എല്ലാവരും രാവിലെ എണീറ്റ് വെയിൽ കൊള്ളണം കേട്ടോ. അപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇത്രയും താഴെ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് ആരൊക്കെയോ. അപ്പം ഇവിടെയൊക്കെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ കൊണ്ട് കഴിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ അച്ഛനും പച്ചക്കറി കടയാണ്. പ്രൊമോഷൻ, ചുമ്മാ ഒരു പ്രൊമോഷൻ ചെയ്യട്ടെ. ആ വെഞ്ഞാറമൂട്ടിൽ തന്നെ കട. എൻ്റെ അച്ഛൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ എവിടെയോ വന്നെത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് എന്തോ നോക്കാം. ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കണമെന്നുണ്ടല്ലോ. അയ്യോ നമ്മൾ എത്തി ചേട്ടാ. ആ പഴവങ്ങാടി എത്തി. എത്തി അതാണ് വലതുവശത്ത് പോവില്ല. എത്തി ഗൈസ്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. നമ്മളിപ്പോ പുറകെയാണ് വന്ന് കയറിയത്. തൊഴുതിട്ട് കാണാമേ. ഹലോ ഗൈസ്, നമ്മൾ ഫ്രണ്ടിൽ കൂടെ കയറി തൊഴുത് പുറകെ കൂടെ ഇറങ്ങി. ഇപ്പം വന്ന് ചെരുപ്പൊക്കെ എടുത്ത് നമ്മളെങ്ങോട്ടോ ലക്ഷ്യസ്ഥാനം ഇല്ലാതെ നടക്കുകയാണ്. വല്ലയിടത്തു നിന്നും വല്ലതും കഴിക്കണം. കട പക്ഷേ കട കൊള്ളാല്ലേ. അവിടെ ഒത്തിരി ഫോട്ടോ എടുക്കണേ ഉള്ളൂ. കട നല്ല കട ഇവിടെ അടുത്ത് ഏതുണ്ടാകുന്നു നോക്കട്ടെ. ടാറ്റാ. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. അതാണ് സംഭവം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊഴുതിറങ്ങിയിട്ട് നല്ല കടയൊന്നും കാണാൻ പറ്റുമോ? ഇവിടെ തൊഴുതിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ നല്ല കടയൊന്നും കണ്ടു കിട്ടിയില്ല എന്നത് മാത്രമല്ല ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുക്ക നല്ല കടവെല്ലാം ഉണ്ടോ നമുക്ക് നോക്കാം. സംഭവം അവിടെ നല്ല മസാല ദോശ അതും ഇതൊക്കെ കിട്ടുന്ന കട ഉണ്ട് എന്നാണ് ഇവളും പറഞ്ഞ് ഞാനും എനിക്കും അറിയാം. റീലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കറങ്ങി ചുറ്റി തിരിച്ച് വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പ് തന്നെ എത്തി. അതിൻ്റെ ഇവിടെ ഇരുന്നാൽ നന്നായിട്ട് കാണാം കേട്ടാ. ഇവിടെ ഇരുന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് കാണത്തില്ല, കണ്ണു വെച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ ഒരു നെയ് റോസ്റ്റ് ഓർഡറാക്കി, ഒരു പ്ലെയിൻ ദോശ ഓർഡറാക്കി. നമ്മളങ്ങനെ ഇരിക്കുകയാണ് കടയ്ക്കകത്ത്. ആഹാരം കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ ഓട്ടോ പിടിക്കുന്നു, ഹോസ്റ്റലിലേക്ക് പോകുന്നു. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങണത്. അല്ലാതെ ഇതിനു മുമ്പ് ഇതുപോലെ അവധി ദിവസങ്ങളിൽ ഒന്നെങ്കിൽ വീട്ടിൽ പോവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. സാധാരണ വീട്ടിൽ പോകാനാണ് പതിവ്. പിന്നെ ഇന്ന് നമ്മൾ ഇത്ര ആഗ്രഹിച്ച് പ്ലാൻ ഇട്ടുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടങ്ങ് വീട്ടിൽ പോകാത്തത്. അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടങ്ങ് വീട്ടിൽ പോയിട്ട്. പിന്നെ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ. നിങ്ങളുടെ സപ്പോർട്ടിനും നിങ്ങളുടെ സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഇനിയും ചെയ്യാൻ നോക്കും. എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ടതായിരിക്കും കേട്ടോ. ആഹാരം കിട്ടി. ഇതാ
ഇതാണ് ആഹാരം, അവർക്കും ആഹാരം കിട്ടി. അപ്പോൾ നമ്മളിനി കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാമേ. നിങ്ങൾ ആഹാരം കഴിച്ചായിരുന്നോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടി. ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ. ഇവളിപ്പം വീട്ടിൽ പോകും. ഇവള് ഹോസ്റ്റലിൽ വന്ന് ഡ്രസ്സ് മാറ്റി സാധനങ്ങൾ മാറി പറഞ്ഞുകൊണ്ട് ഇവള് വീട്ടിൽ പോകും. ഞാൻ പോകുന്നു ഗൈസ്. അയ്യോ, നിന്നെ ആരടി അടിച്ചിറക്കിയത്? ചുമ്മാ പോണ. അവളേതാ കൊച്ചിനെ കാണാൻ പോണത്? അയ്യോ, അങ്ങനത്തെ അല്ല. ഈ 6 മാസം 7 മാസം 6 മാസം 7 മാസം കണ്ടായ കൊച്ചിന്റെ നൂല് കേട്ടോ. അങ്ങനെ എന്തിനാ അങ്ങനെ പോണതാണ്? വേറെ ഒന്നും എടുക്കാറില്ല എന്റെ ഭഗവാനെ. അയ്യോ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തനിച്ചാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഉണ്ണിക്കുട്ടൻ വരുന്നില്ല. അത് ഉണ്ണിക്കുട്ടൻ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, അത് എന്തിനാണെന്ന് പറയാനില്ല. അപ്പം ശരി ഗൈസ്, വ്ളോഗ് ഹോസ്റ്റലിൽ എത്തിയിട്ട് വ്ളോഗ് നിർത്താം. ശരി. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി, നമ്മൾ കോളേജിൻ്റെ മുമ്പ് എത്തി. അപ്പം ഇന്നത്തെ വ്ളോഗും വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ പോയതും വന്നതും ഒക്കെ. അപ്പം ടാറ്റ ഗൈസ്. ഇതുവരെ വ്ളോഗ് കണ്ടിരുന്ന ഇതുവരെ വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കോളേജിലോട്ട് കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോവില്ലേ. ടാറ്റ.